വെള്ളക്കെട്ടിനാൽ കളമശ്ശേരിയിലെ ജനങ്ങൾ ദുരിതക്കയത്തിൽ നീന്തുന്നു. മന്ത്രി പി രാജീവ് നാടകം അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് MLA ഓഫീസ് മാർച്ച് നടത്തി. കോൺഗ്രസ് കളമശ്ശേരി ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സൗത്ത് കളമശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് MLA ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രതിഷേധ ധർണ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രിയുടെ വീടിരിക്കുന്ന വാർഡിലടക്കം വെള്ളം കയറി ജനം ദുരിതമനുഭവിക്കുമ്പോൾ അതിനെ പരിഹാരം കാണാൻ ശ്രമിക്കാത്ത ജനപ്രതി എന്ന നിലയിൽ മന്ത്രി പി രാജീവ് വലിയ പരാജയമാണെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പി രാജീവ് ഇവിടുത്തെ MLA മാത്രമല്ല, ജില്ലയുടെ ചുമതലയുള്ള കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയാണ്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ്. ഇങ്ങനെ മഴ വരുമെന്നും ഇത്തരത്തിൽ മഴവെള്ളം കയറുമെന്നും തൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ മുൻപ് ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നും നന്നായി അറിയാവുന്ന മന്ത്രി എന്തുകൊണ്ടാണ് തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കാതിരുന്നത്? അദ്ദേഹം ഉത്തരവാദിത്തം നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല, ഈ വെള്ളക്കെട്ടിന് രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി അതിനെ ഉപയോഗപ്പെടുത്താൻ കളമശ്ശേരിയിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ മുനിസിപ്പൽ ഓഫീസിലേക്ക് സമരവുമായി പറഞ്ഞുവിട്ടിരിക്കുകയാണ്. രാജീവ് അപഹാസ്യകരമാണ്. മണ്ഡലം പ്രസിഡന്റ് PM നജീബ് അധ്യക്ഷത വഹിച്ച സമരത്തിൽ ഷംസു തലക്കോട്ടിൽ, ബ്ലോക്ക് പ്രസിഡന്റ് മധു പുറക്കാട്, MA വഹാബ്, ചെയർപേഴ്സൺ സീമ കണ്ണൻ, TK കരീം, ജബ്ബാർ കുമ്മഞ്ചേരി, അലി തയ്യത്ത, MK ഷാനവാസ്, KM പരീത, LR വിശ്വൻ, AD ജോസ്, മനോഹരൻ, ശ്രീകുമാർ, ഹസൈനാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കളമശ്ശേരി.